Good afternoon. Good afternoon, teacher. Good afternoon, Miss. Good afternoon. Good afternoon. ഓക്കെ, നമ്മള് ഇതായിരുന്നു എടുത്ത ആംബുലൻസ് സർവീസ് ആയിരുന്നല്ലേ എടുത്ത് തുടങ്ങി. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു അല്ലേ? Yes, teacher. പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടോ, അറിയാത്തതാണെങ്കിൽ മാത്രം പറഞ്ഞുതരാം. പോയാൽ മതിയേ. വീണ്ടും പറയേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, നമ്മളിപ്പോ ആംബുലൻസ് സർവീസസ് ആണ്. അതിനകത്ത് നമ്മള് എവിടെ വരെ പറഞ്ഞേ? ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. സോ മെനി ടൈപ്സ് ഓഫ് ആംബുലൻസ് നമ്മൾ പറഞ്ഞില്ലേ? റോഡ് ഗോയിങ് ആംബുലൻസ് പറഞ്ഞോ? അവിടെ വരെയായിരുന്നു പറഞ്ഞു നിർത്തിയല്ലേ? റോഡ് ഗോയിങ് ആംബുലൻസ് ഉണ്ട്. ഏതൊക്കെയാ? വാൻസ്, മോട്ടോർ സൈക്കിൾ, ബൈസൈക്കിൾ, ബസ്സസ്, എയർ ഗോയിങ് ആംബുലൻസ്, ഹെലികോപ്റ്റർ, എയർക്രാഫ്റ്റ്, വാട്ടർ ഗോയിങ് ആംബുലൻസ്, ബോട്ട്, ഹോസ്പിറ്റൽ, ഷിപ്സുകൾ അല്ലെ? ഇനി അടുത്ത ഫങ്ഷണൽ ടൈപ്പ് ആണ്. നോക്കാം, ഫങ്ഷണൽ ടൈപ്പ്. ഫങ്ഷണൽ ടൈപ്പ്. ഇനി ആംബുലൻസിന്റെ ഫങ്ഷണൽ ടൈപ്പ്. ജസ്റ്റ് ഒരു മിനിറ്റ്, ഞാൻ ഡോർ ഒന്ന് ക്ലോസ് ചെയ്തേക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവും. ഓക്കെ, ഫങ്ഷണൽ ടൈപ്പ്. ആംബുലൻസിന്റെ ഫങ്ഷൻസ് വെച്ചിട്ട് പല ടൈപ്പ് ഉണ്ട്. ഫങ്ഷണൽ ടൈപ്പ് ഏതൊക്കെയാന്ന് നോക്കി. എമർജൻസി ആംബുലൻസ്, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്, ആംബുലൻസ് ബസ്, പിന്നെ അടുത്ത് ചാരിറ്റി ആംബുലൻസ്, ബാരിയാട്രിക് ആംബുലൻസ്, റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്, സൈക്യാട്രിക് ആംബുലൻസ്. ഇത്രയാണ് അതിനകത്ത് ഫങ്ഷണൽ ടൈപ്പ് വെച്ച് വരുന്നത്. നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റത്തെ ആണ് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. എമർജൻസി ആംബുലൻസ് ഇത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യണേ? ക്രിട്ടിക്കൽ ആയിട്ടോ അല്ലെങ്കിൽ എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആംബുലൻസ് ആണ് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. ദ മോസ്റ്റ് യൂഷ്വൽ മോഡ് ഓഫ് ആംബുലൻസ് വിച്ച് ഗീവ്സ് കെയർ ടു പേഷ്യൻസ് വിത്ത് എ ക്രിട്ടിക്കൽ ഇൽനെസ് ഓർ ഇഞ്ചുറി. ക്രിട്ടിക്കൽ ആയിട്ട് ഗുരുതരമായിട്ടുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ ഇഞ്ചുറി ഒക്കെ മൂലം ഈ ഉള്ള പേഷ്യൻസിന് ഏറ്റവും ഇങ്ങനെയുള്ള പേഷ്യൻസിന് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും സാധാരണമായിട്ടുള്ള ഒരു മോഡ് ഓഫ് ആംബുലൻസ് ആണ് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. ഒരു ക്രിട്ടിക്കൽ ഇൽനെസ്സോ അല്ലെങ്കിൽ ഇഞ്ചുറി ഒക്കെ സംഭവിച്ചിട്ടുള്ള രോഗികൾക്ക് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദേ ക്യാൻ ബി, അപ്പൊ എമർജൻസി ആംബുലൻസ് ഏതൊക്കെയാവാം? ക്യാൻ ബി റോഡ് ഗോയിങ് വാൻസ്, ബോട്ട്സ്, ഹെലികോപ്റ്റേഴ്സ്, ഫിക്സ്ഡ് വിങ് എയർക്രാഫ്റ്റ് നോൺ ആസ്, അതിനെയാണ് എയർ ആംബുലൻസ് എന്ന് പറയുന്നത്. ഓർ ഈവൻ കൺവേർട്ടഡ് വെഹിക്കിൾ സച്ച് ആസ് ഗോൾഫ് കാർട്ട്. ഗോൾഫ് കാർട്ട് എന്ന് പറഞ്ഞ കണ്ടിട്ടുണ്ടോ? ഗോൾഫ് കാർട്ട് വലിയ വലിയ ഹോസ്പിറ്റൽസിലൊക്കെ നമുക്കിങ്ങനെ എവിടെ ഒരു ബിൽഡിങ്ങിൽ നിന്ന് മറ്റൊരു ബിൽഡിങ്ങിലേക്കൊക്കെ പോകാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഒരു വണ്ടി ഓപ്പൺ ആയിട്ട് പോകുന്ന ഒരു വെഹിക്കിള്, ഗോൾഫ് കാർട്ട്. ഇതൊക്കെ എമർജൻസി ആംബുലൻസിൽ ഉൾപ്പെടാം. കണ്ടിട്ടുണ്ടോ ഗോൾഫ് കാർട്ട്? കയറിയിട്ടുണ്ടോ അതിനകത്ത് ആരെങ്കിലും?
നമ്മളിപ്പോ പേഷ്യൻസിനെ വിസിറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ നമ്മൾ പോകുമ്പോ ഈ ഒത്തിരി നടക്കാനൊക്കെ പറ്റാത്ത ആളുകൾ, വയസ്സായവരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ അവർക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ്, ഓരോ ബിൽഡിങ്ങിലേക്കോ അങ്ങനെ എവിടെയെങ്കിലും ഫെസിലിറ്റിയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്, നടന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ളവരെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ജീപ്പൊക്കെ പോലെ ഇരിക്കുന്ന ഒരു വാഹനമാണ്. അതാണ് ഗോൾഫ് കാർട്ട് എന്ന് പറയുന്നത്. ഇതൊക്കെ എമർജൻസി ആംബുലൻസിന്റെ ഇതിനകത്ത് വരാം. The most usual mode of ambulance emergency ambulance ആണ്, which gives. അപ്പൊ ഇവിടെ ഇതിനകത്ത് ചോദിക്കാം, which type of ambulance is used to care with the critical illness or injury. ക്രിട്ടിക്കൽ ഗുരുതരമായിട്ടുള്ള രോഗമോ പരിക്കോ ഒക്കെയുള്ള രോഗികൾക്ക് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആംബുലൻസ് ആണ് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഏതൊക്കെയാവാം? ദീസ് ക്യാൻ ബി, അത് ഏതൊക്കെയാവാം? റോഡ് ഗോയിങ് വാൻസ് ആവാം, ബോട്ട്സുകളാവാം, ഹെലികോപ്റ്റേഴ്സ് ആവാം, ഫിക്സ്ഡ് വിങ് എയർക്രാഫ്റ്റ് ഓർ എയർ ആംബുലൻസ് ഒക്കെ ആകാം, അല്ലെങ്കിൽ ഗോൾഫ് കാർട്ടുകൾ പോലെ അത് മോഡിഫൈ ചെയ്ത വെഹിക്കിൾസ് പോലും എമർജൻസി ആംബുലൻസ് ആകാം. ഓക്കെ, ഇനി രണ്ടാമത്തെയാണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. എന്താ ഉദ്ദേശിക്കുന്നത്? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലെ, ഹോസ്പിറ്റലിലേക്കും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. എ വെഹിക്കിൾ വിച്ച് ഹാസ് ദ ഡ്യൂട്ടി ഓഫ് ട്രാൻസ്പോർട്ടിംഗ് പേഷ്യന്റ് ടു ഓർ ഫ്രം or between the location of medical treatment such as hospital or dialysis center. ഹോസ്പിറ്റല് അല്ലെങ്കിൽ ഡയാലിസിസ് സെന്റർ പോലുള്ള ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഡയാലിസിസ് സെന്റർ പോലുള്ള ഒരു ചികിത്സ സ്ഥലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അതിനുള്ളിലുള്ള രോഗികളെ അതിനിടയിൽ നിന്നോ ഒക്കെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക്, ഒരു ഫെസിലിറ്റിയിൽ നിന്ന് മറ്റൊരു ഫെസിലിറ്റിയിലേക്ക് ഒക്കെ ഉള്ള രോഗികളെ എത്തിക്കാനായിട്ട് ചുമതലയുള്ള വാഹനമാണത്. വെഹിക്കിൾ ആണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. ഇത് ഏതൊക്കെയാം? ദിസ് ക്യാൻ ബി വാനുകളാവാം, അല്ലെങ്കിൽ ബസ്സുകളാവാം, ഓർ അതർ വെഹിക്കിൾസ് ആവാം. ഇതിന്റെ എന്താണ് ഇത് ഈ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസിൽ എന്താ കൊടുക്കുന്നത്? ട്രാൻസ്പോർട്ടിംഗ് പേഷ്യന്റ് ടു from or between the location of medical treatment such as a hospital or dialysis center. ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഡയാലിസിസ് സെന്ററിൽ നിന്നോ അല്ലെങ്കിൽ പേഷ്യൻസിനെ ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഇതുപോലെ ചോദിക്കുന്നത്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ആംബുലൻസ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്പോർട്ടിംഗ് പേഷ്യന്റ് ടു ഓർ ഫ്രം ഓർ ബിറ്റ്വീൻ ദ ലൊക്കേഷൻ ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് ചോദിക്കാം. അപ്പൊ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഏത് ആംബുലൻസ്, ഏത് ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ്? ഏത് ടൈപ്പ് ആംബുലൻസ്? ഇത് ഫംഗ്ഷൻ വെച്ചിട്ടാട്ടോ, അതിന്റെ ഫംഗ്ഷൻ പ്രവർത്തനം അനുസരിച്ച് ആംബുലൻസിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നതാണ്. ഫങ്ഷണൽ ടൈപ്സ് അനുസരിച്ച് എമർജൻസി ആംബുലൻസ് ഉണ്ട്. എമർജൻസി ആംബുലൻസ് എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞേ? എന്തിനാ? which gives care to patient with a critical illness or injury. അങ്ങനെയുള്ളവർക്ക് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എമർജൻസി ആംബുലൻസ്. പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസോ എന്താണ് അതിന്റെ ഡ്യൂട്ടി? വിച്ച് ഹാസ് ദ ഡ്യൂട്ടി ഓഫ് എന്ത് ചെയ്യാനാണ്? ട്രാൻസ്പോർട്ടിംഗ് Patients to from or between the location of medical treatment such as hospital or the ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നോ രണ്ട് ഹോസ്പിറ്റലുകൾ, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇടയിലുള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് യൂസ് ചെയ്യുന്നത്. ഇത് നോക്കിയേ, ദിസ് ക്യാൻ ബി, ഇത് ഏതൊക്കെയാവാം? വാൻസ് ആവാം, ബസ്സസ് ആവാം, ഓർ അതർ വെഹിക്കിൾസ്, മറ്റുള്ള വെഹിക്കിൾസ് ഒക്കെ ആകാം പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. ഓക്കെ, ഇനി അടുത്തതാണ് ആംബുലൻസ് ബസ് എന്ന് പറയുന്നത്. ആംബുലൻസ് ബസ്, a huge ambulance usually based upon a bus chases
that can move out and transport a great number of patients. ആംബുലൻസ് ബസ് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ, ഒരു വലുതാണ്, ബസ്സാണ്, ഹ്യൂജ് ആംബുലൻസ്, ഒരു വലിയ ആംബുലൻസ് ആണ് ആംബുലൻസ് ബസ് എന്ന് പറയുന്നത്. യൂഷ്വലി ബേസ്ഡ് അപ്പോൺ എ ബസ് ചേസസ്. എന്തിന്റെ മാതൃകയിലാണ്? ഒരു ബസ് ചേസസ്. ചേസസ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ബേസ് ഫ്രെയിം എ കാർ, ബേസ് ഫ്രെയിം എ കാർ ആണ് ചേസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ബസ് ചേസസിന്റെ ഫോമിലുള്ളതാണ്. ദേ ക്യാൻ മൂവ് ഔട്ട് ആൻഡ് ട്രാൻസ്പോർട്ട് എ ഗ്രേറ്റ് നമ്പർ ഓഫ് പേഷ്യൻസ്. അപ്പൊ ധാരാളം ആളുകളെ കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ് ആംബുലൻസ് ബസ് എന്ന് പറയുന്നത്. ഓക്കെ, huge ambulance ആണ്, usually based upon a bus chases that can move out and transport a great number of patients. ധാരാളം ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ആംബുലൻസ് ബസ്. പിന്നെ അടുത്താണ് ചാരിറ്റി ആംബുലൻസ്. ചാരിറ്റി ആംബുലൻസ്, a peculiar mode of patient transport ambulance is given by a charity for the purpose of taking sick children or adults on outing or vacations away from hospitals. ഇതെങ്ങനെയാ? രോഗികളായ കുട്ടികളെയോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വന്ന സിക്ക് ചിൽഡ്രൻ, ടേക്കിംഗ് സിക്ക് ചിൽഡ്രൻ, രോഗികളായ കുട്ടികളെയോ അല്ലെങ്കിൽ അഡൽറ്റിനെയോ ഒക്കെ ഹോസ്പിറ്റല്, ഹോസ്പിസ് ഓർ കെയർ ഹോം എന്നിവിടങ്ങളിൽ നിന്ന് അത് കുറെ നാളത്തേക്കുള്ള ഒരു ദീർഘകാല പരിചരണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് ഒരു ചാരിറ്റി നൽകുന്നതാണ്. ചാരിറ്റി നൽകുന്ന ഒരു ഇതാണ് ആംബുലൻസ് സർവീസ് ആണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. എ പെക്യുലിയർ മോഡ് ഓഫ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ഈസ് ഗിവൺ ബൈ ചാരിറ്റി. ഉണ്ടോ? ഇതാരാ നൽകുന്നത്? ഒരു ചാരിറ്റി നൽകുന്നതാണ്. ഒരു പെക്യുലിയർ മോഡ് ഓഫ്, ഒരു പ്രത്യേക തരത്തിലുള്ള പേഷ്യന്റ് ട്രാൻസ്പോർട്ട്, പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ആണ് ഇത് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. എ പെക്യുലിയർ മോഡ് ഓഫ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ആൻഡ് ഈസ് ഗിവൺ ബൈ എ ചാരിറ്റി. ചാരിറ്റി ആണ് നൽകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ പർപ്പസ് ഓഫ് ടേക്കിംഗ് സിക്ക് ചിൽഡ്രൻ ഓർ അഡൽട്ട്. സിക്ക് ആയിട്ടുള്ള, രോഗം വന്നിട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ അഡൽറ്റിനൊക്കെ ഓൺ ഔട്ടിംഗ് ഓർ വെക്കേഷൻ എവേ ഫ്രം ദ ഹോസ്പിറ്റൽ, ഹോസ്പിസ് ഓർ കെയർ ഹോംസ്. ഹോസ്പിറ്റല്, ഹോസ്പിസ് ഓർ കെയർ ഹോമുകള് എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ഒരു ദീർഘനാള പരിചരണത്തിന്, ലോങ് ടൈം കെയർ, കണ്ടോ, വേർ ദേ ആർ ഇൻ ലോങ് ടൈം, ഒരു ദീർഘനാള പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചാരിറ്റി നൽകുന്ന ഇതാണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കാണ്, ഇൻക്ലൂഡ് ദ യുണൈറ്റഡ് കിങ്ഡം ചെമ്പുലൻസ് പ്രൊജക്ട്, യുണൈറ്റഡ് കിങ്ഡം ചെമ്പുലൻസ് പ്രൊജക്ട്. ദീസ് ആർ കോമൺലി ബേസ്ഡ് ഓൺ എ ബസ്. ഇതെങ്ങനെയാണ് ബേസ് ചെയ്തേക്കുന്നത്? ബസ്സിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഒരു ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ചാരിറ്റി ഫോർ ദ പർപ്പസ് ഓഫ് ടേക്കിംഗ് സിക്ക് ആൻഡ് അഡൽട്ട്. രോഗം വന്ന കുട്ടികളെയും അഡൽറ്റിനെയും ഒക്കെ ദീർഘനാള പരിചരണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹോസ്പിസ് ഓർ കെയർ ഹോമിലേക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഒരു ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആംബുലൻസ്, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ആണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. അത് അവിടെ എന്താ പറയാ, പേരിന്ന് തന്നെ നമുക്കറിയാം, ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പെക്യുലിയർ മോഡ് ഓഫ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് is given by a charity for the purpose of taking sick children or adult on outing or vacation away from hospital, from hospital or care home and where they are in long time care, ദീർഘനാള പരിചരണത്തിന് വേണ്ടി കൊടുക്കുന്നതാണ്. എക്സാമ്പിൾ അവിടെ പറഞ്ഞേക്കുന്നത് യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഇന്ത്യയുടെ ജംബുലൻസ് പ്രോജക്റ്റ്. ഇത് ഇങ്ങനെ ചാരിറ്റി ആംബുലൻസിന്റെ ഇത് സർവീസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അതിനകത്ത്. അടുത്താണ് ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ peculiar mode of patient transport ambulance designed for extremely overweight patients. ഇത് നോക്കിയേ, ഇത് ഒരു പ്രത്യേക തരത്തിലുള്ള പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ആണ്. എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്തിട്ടാണ്? ഡിസൈൻഡ് ഫോർ എക്സ്ട്രീംലി ഓവർവെയ്റ്റ് പേഷ്യൻസ് equipped with the proper tools,
ടു മൂവ് ആൻഡ് മാനേജ് ദിസ് പേഷ്യൻസ്. ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഇത് രോഗികളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി തന്നെയുള്ളതാണ്. പിന്നെ അതിനകത്ത് എങ്ങനെയാണ്, ഇതിനകത്ത് അത് ഓവർ വെയിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകം എന്താണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ആണ്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ആ വെയിറ്റ് കൂടുതലുള്ള രോഗികളെ ഒന്നും നമുക്ക് എടുത്തു പൊക്കാനും കയറ്റാനൊന്നും പറ്റൂലല്ലോ. അപ്പൊ അങ്ങനെ അതിന് വേണ്ടിയിട്ട് പ്രത്യേക സജ്ജീകരണങ്ങള്, പ്രത്യേക ഉപകരണങ്ങള് അവിടെ ഘടിപ്പിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ്. A peculiar mode of patient transport ambulance designed for extremely overweight patients equipped with the proper tools. അതിന് അപ്പൊ അവരെ ഓവർ വെയിറ്റ് ഉള്ള പേഷ്യൻസിനെയൊക്കെ എന്താണ് നമ്മൾ എടുത്ത് കയറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരെയൊക്കെ പെട്ടെന്ന് അതിലേക്ക് കയറ്റാൻ പാകത്തിനുള്ള സജ്ജീകരിച്ചിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ് ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് പിന്നെ എന്താ, അപ്പൊ ഇവിടെ ചോദിക്കൂട്ടോ, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ആംബുലൻസ് ഈസ് യൂസ്ഡ് ടു ഓവർവെയിറ്റ് പേഷ്യൻസ്, ട്രാൻസ്പോർട്ട് ടു ഓവർവെയിറ്റ് പേഷ്യൻസ് ഉള്ള രോഗികളെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്? ബാരിയാട്രിക് ആംബുലൻസ്. പിന്നെ അടുത്ത റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് നോക്കിയേ, ടു കളക്ട് the bodies of individuals who have died suddenly from heart attack, accidents and other emergencies and try to preserve the organ. നോക്കിയേ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ്? റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. ആ പേരിൽ നിന്ന് തന്നെ അറിയാലോ, ഓർഗൻസ് പെട്ടെന്ന് ഓർഗൻസ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ്. കളക്ട് ദ ബോഡീസ് ഓഫ് ഇൻഡിവിജ്വൽ ഹു ഹാവ് ഡൈഡ് സഡൻലി ഫ്രം ഹാർട്ട് അറ്റാക്ക്, പെട്ടെന്ന് ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് പെട്ടെന്ന് മരണം അടയുന്ന ആ പേഷ്യൻസിന്റെ ആ ഓർഗൻ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് മറ്റുള്ള എമർജൻസീസിലൊക്കെ പെട്ടെന്ന് മരണം അടയുന്ന പേഷ്യൻസിന്റെ ഓർഗൻസ് പ്രിസർവ് ചെയ്ത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ പേരിൽ നിന്ന് നമുക്ക് അറിയാം. ഇനി അടുത്താണ് സൈക്കാട്രിക് ആംബുലൻസ്. ലാസ്റ്റ് ആണ് സൈക്കാട്രിക് ആംബുലൻസ്. ഈസ് കമ്മിറ്റഡ് ടു ട്രീറ്റ് സൈക്കാട്രിക് എമർജൻസീസ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എന്തിനു വേണ്ടിയിട്ടാണ് കമ്മിറ്റഡ്, പ്രതിബദ്ധതയുണ്ട് ഏതിനാണ്? ടു ട്രീറ്റ് ദ സൈക്കാട്രിക് എമർജൻസീസ്. സൈക്കാട്രിക് എമർജൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സൈക്കാട്രിക് ആംബുലൻസ്. ഇപ്പൊ ഫങ്ഷണൽ ടൈപ്പ് അനുസരിച്ച് 7 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഏതൊക്കെയായിരുന്നു ഫങ്ഷണൽ ടൈപ്പ് അനുസരിച്ച് ആംബുലൻസിനെ ക്ലാസിഫൈ ചെയ്തേക്കണ? ഏതൊക്കെയാ, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഏതൊക്കെയായിരുന്നു? ഏതൊക്കെയാ ഫങ്ഷണൽ ടൈപ്പ് അനുസരിച്ച് 7 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? ഏതൊക്കെയാണ്? എമർജൻസി ആംബുലൻസ്, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്, ആംബുലൻസ് ബസ്. ഒത്തിരി ആളുകളെ, കൂടുതൽ നമ്പർ ഓഫ് ആളുകളെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ആംബുലൻസ് ബസ്. പിന്നെ ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ആംബുലൻസ് ആണ്, ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. പിന്നെ ബാരിയാട്രിക് ആംബുലൻസ്, ഒരു പ്രത്യേക ഡിസൈനില് ഒത്തിരി വെയിറ്റ് കൂടുതലുള്ള പേഷ്യൻസിനെയൊക്കെ ലിഫ്റ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പാണ് ബാരിയാട്രിക് ആംബുലൻസ്. പിന്നെ അടുത്തത് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. പെട്ടെന്ന് ആക്സിഡന്റ്സോ ഹാർട്ട് അറ്റാക്കോ ഒക്കെ മൂലം പെട്ടെന്ന് മരണം സംഭവിച്ച ആളുകൾക്ക് അവർക്ക് എന്താണ് അവരുടെ ബോഡീസ് കൊണ്ടുപോകാൻ, പെട്ടെന്ന് അവരുടെ ഓർഗൻ റിക്കവറി ഇത്ര ടൈമിനുള്ളിൽ നമ്മൾ ഹോസ്പിറ്റൽസിൽ എത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഓർഗൻ പ്രിസർവ് ചെയ്യാലോ, അടുത്ത ആളിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ആ ഓർഗൻസ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ആണ് സൈക്കാട്രിക് ആംബുലൻസ്. ആംബുലൻസ് കമ്മിറ്റഡ് ടു ട്രീറ്റ് സൈക്കാട്രിക് എമർജൻസീസ്. സൈക്കാട്രിക് എമർജൻസീസ് ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ് സൈക്കാട്രിക് ആംബുലൻസ്. ഒന്ന് വായിച്ചു നോക്കിയേ എണ്ണം. ഫങ്ഷണൽ ടൈപ്പ് ആണ് കേട്ടോ. ഫങ്ഷണൽ ടൈപ്പ് അനുസരിച്ച് ആംബുലൻസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്.
വായിച്ചു കഴിഞ്ഞാ? Yes, teacher. കുഴപ്പമില്ലല്ലോ. ഇല്ല ടീച്ചർ. അത് ആ ഹെഡിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് ഒരുവിധം അതിന്റെ ഫങ്ഷൻസും കിട്ടും. എമർജൻസി പർപ്പസിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇതിനകത്ത് ക്രിട്ടിക്കൽ ഇല്ല അല്ലെങ്കിൽ ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ള പേഷ്യൻസിന് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. പിന്നെ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറഞ്ഞത് ഇത് പേഷ്യന്റിനെ ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഡയാലിസിസ് സെന്ററിലേക്കോ അവിടെ നിന്ന് അടുത്ത അതിന്റെ ഇടയിൽ ബിറ്റ്വീൻ ദ ലൊക്കേഷൻ ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ ഇപ്പൊ ഒരു 2 ഹോസ്പിറ്റൽസിലോ ഒരു ഹോസ്പിറ്റലിൽ റെഫർ ചെയ്ത് മറ്റൊരു ഹോസ്പിറ്റലിലേക്കൊക്കെ അങ്ങനെ റെഫർ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഉള്ളതാണ് ട്രാൻസ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതാണ് patient transport ambulance duty to transporting patient to or from or between അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ location of medical treatment such as hospital or dialysis center. ഹോസ്പിറ്റലിലേക്കോ ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ ഡയാലിസിസ് ഇപ്പൊ തിരിച്ച് പേഷ്യൻസിന്റെ വീട്ടിലേക്കാണെങ്കിലും ആംബുലൻസിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ളവരെ എത്തിക്കാലോ. അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്കും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നും ഹോസ്പിറ്റലിന്റെ ഇടയിൽ 2 ഹോസ്പിറ്റലുകൾക്ക് ഇടയിൽ ഒരു ഹോസ്പിറ്റലിൽ റെഫർ ചെയ്ത പേഷ്യൻസിന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിലൊക്കെ അങ്ങനെ അപ്പൊ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് അതിനൊക്കെ വേണ്ടിയിട്ട് പേഷ്യന്റ് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. പിന്നെ ആംബുലൻസ് ബസ് എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾക്ക് ട്രാൻസ്പോർട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ക്യാൻ മൂവ് ഔട്ട് ആൻഡ് ട്രാൻസ്പോർട്ട് ഗ്രേറ്റ് നമ്പർ ഓഫ് പേഷ്യൻസ്. പിന്നെ ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. ഇത് സിക്ക് ആയിട്ടുള്ളതും സിക്ക് ആയിട്ടുള്ളതും അഡൽട്ട് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഓർ അഡൽട്ട് സിക്ക് ചിൽഡ്രൻ ഓർ അഡൽട്ട് സിക്ക് ആയിട്ടുള്ള ചിൽഡ്രനോ അല്ലെങ്കിൽ അഡൽറ്റിനോ ഒക്കെ വേണ്ടിയിട്ട് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ചാരിറ്റി ആംബുലൻസ്. പിന്നെ ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാ ഡിസൈൻ ചെയ്തേക്കുന്നത്? ഓവർവെയിറ്റ് പേഷ്യൻസ് എക്യുപ്ഡ് വിത്ത് പ്രോപ്പർ ടൂൾസ് അല്ലെ, ഡിസൈൻഡ് ഫോർ ഓവർവെയിറ്റ് ഉള്ള പേഷ്യൻസിന് അതിനനുസരിച്ചുള്ള അതിന് സജ്ജീകരണങ്ങളും ഒക്കെ ഉള്ള ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ് ബാരിയാട്രിക് ആംബുലൻസ്. പിന്നെ പെട്ടെന്ന് നമ്മൾ ആക്സിഡൻസോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഒക്കെ പെട്ടെന്ന് സംഭവിച്ച് പെട്ടെന്ന് മരണമടയുന്ന പേഷ്യൻസിന്റെ ഓർഗൻസ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. പിന്നെ അടുത്ത സൈക്കാട്രിക് പർപ്പസിന് വേണ്ടിയിട്ട് കമ്മിറ്റഡ് ടു ദ ട്രീറ്റ് സൈക്കാട്രിക് എമർജൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആംബുലൻസ് ആണ് സൈക്കാട്രിക് ആംബുലൻസ്. ഇനി അടുത്ത് നോക്കിയേ, ടൈപ്പ് ഓഫ് റോഡ് ആംബുലൻസ് ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ. അവിടുന്ന് ആ ആംബുലൻസിൽ കിട്ടുന്ന ആ ലെവൽ ഓഫ് കെയർ, ആ കെയർ അനുസരിച്ച് ഈ ആംബുലൻസിന് നമുക്ക് പല ടൈപ്പ് ഓഫ് ആംബുലൻസ് ഉണ്ട്. അപ്പൊ അത് എന്തിനനുസരിച്ചാണ്? അവിടെ കെയറിന് അനുസരിച്ചാണ്. ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ നമുക്ക് കിട്ടുന്ന കെയറിന്റെ ബേസ് ചെയ്തിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോഡ് ആംബുലൻസ് ഉണ്ട്. അതിന് ഓരോ ടൈപ്പ് എന്ന് പറയുന്നത് 4 ടൈപ്സ് ആണുള്ളത്. ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി, അങ്ങനെ 4 ടൈപ്പ് ആംബുലൻസ് ഉണ്ട്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ലെവൽ ഓഫ് കെയർ. നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ആ കെയറിന്റെ ലെവൽ എത്രത്തോളം ഉണ്ട്, എത്രമാത്രം നമുക്ക് സംരക്ഷണം അതിൽ നിന്ന് കിട്ടും, അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 4 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി, അങ്ങനെ 4 ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിനകത്ത് ഓക്കെ, ഇപ്പൊ നോക്കാം. ടൈപ്പ് എ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ ആട്ടോ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ, അവിടുന്ന് കിട്ടുന്ന ലെവല്, ആ കെയറിന്റെ ലെവൽ അനുസരിച്ച് 4 ആക്കി തിരിക്കാന്ന് പറഞ്ഞു. അതില് ടൈപ്പ് എയില് മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ ആണ് ടൈപ്പ് എയില് വരുന്നത്. മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ അതെങ്ങനെയാന്ന് നോക്കിയേ. മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ക്ലാസിഫൈ ചെയ്തേക്കണത് ആ ലെവൽ ഓഫ് കെയറിനെ ബേസ് ചെയ്തിട്ടാണ്. ടൈപ്പ് എയില് മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ ഫോംഡ് ആസ് പെർ CMVR സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് പ്രകാരം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞ ടൈപ്പ്. അതിനകത്ത് ഏതാണ്? ടൈപ്പ് എയില് വരുന്നതാണ്. ഫോംഡ് ആസ് CMVR സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾസ് പ്രകാരം രൂപകൽപ്പന ചെയ്തതാണ്. ഇവിടെ എന്താ? നോട്ട് ഏബിൾ ടു ക്യാരി ദ പേഷ്യന്റ് who are lying
ഹൊറിസോണ്ടലി വിത്ത് ഫേസ് ആൻഡ് ടോർസോ ഫേസിംഗ് അപ്പ്. ഇവിടെ എങ്ങനെയാണ് ഈ പേഷ്യന്റിന്റെ മുഖവും ശരീരവും ഒക്കെ മുകളിലേക്ക് ഇങ്ങനെ തിരിച്ചീരമായി കിടക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ അധികം ഫെസിലിറ്റി ഇല്ല. അധികം ഇങ്ങനെ പൊക്കിയൊന്നും വെച്ച് കിടത്താനോ അങ്ങനെയൊന്നും കഴിയാത്ത ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ്. അങ്ങനെയുള്ള പേഷ്യൻസിന് ക്യാരി ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് ഇങ്ങനെ തലയൊക്കെ പൊക്കി തന്നെ ഇരിക്കണമല്ലോ. അപ്പൊ അങ്ങനെ അത്രയും ഫെസിലിറ്റി ഏറ്റവും കുറഞ്ഞ ടൈപ്പ് ആംബുലൻസ് ആണ് ടൈപ്പ് എയിൽ വരുന്നത്. നോട്ട് ഏബിൾ ടു ക്യാരി ദ പേഷ്യന്റ് ഹു ആർ ലൈങ് ഹൊറിസോണ്ടലി, ഇങ്ങനെയുള്ള ലൈങ് ഹൊറിസോണ്ടൽ ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിനെയൊക്കെ ക്യാരി ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ്. വിത്ത് നോട്ട് ടു അവെയിൽ മെഡിക്കൽ ഫെസിലിറ്റി ഇൻസൈഡ്. ഇതാണ് മെഡിക്കൽ ഫെസിലിറ്റി അതിന്റെ ഉള്ളിൽ അവൈലബിൾ അല്ല. അതാണ് ടൈപ്പ് എ. അപ്പൊ ഫെസിലിറ്റി ഇല്ല, മെഡിക്കൽ ഫെസിലിറ്റി ഇല്ല, വെറുതെ എന്താണ് ട്രാൻസ്പോർട്ടിങ് ഇത് മാത്രമേ വരുന്നുള്ളൂ. ആണ് മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത് ടൈപ്പ് എയിൽ വരുന്നത്. ഓക്കെ, അവിടെ മെഡിക്കൽ ഫെസിലിറ്റി ഇല്ല. അപ്പൊ മെഡിക്കൽ ഫെസിലിറ്റി ഇല്ലാത്ത ടൈപ്പ് ഏത് ടൈപ്പാ? മെഡിക്കൽ ഫെസിലിറ്റി ഇല്ലാത്ത ടൈപ്പ് എ ആണ്. അവിടെ നോട്ട് ടു അവെയിൽ മെഡിക്കൽ ഫെസിലിറ്റീസ് ഇൻസൈഡ് വെഹിക്കിൾസിന്റെ ഉള്ളില് മെഡിക്കൽ ഫെസിലിറ്റി ഇല്ല. അത് CMVR പ്രകാരം, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് പ്രകാരം ഫോം ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ പേഷ്യൻസിനെ മുഖവും ശരീരവും ഒക്കെ മുകളിലേക്ക് അഭിമുഖീകരിച്ച് കിടക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള രോഗികളെ കൊണ്ടുപോകാനായിട്ട് ഇതിന് കഴിയില്ല. അതെന്തുകൊണ്ട് അതിന് ഒരു ഫെസിലിറ്റീസും ഇല്ല. ആ വെഹിക്കിൾസിന്റെ ഉള്ളിൽ ഫെസിലിറ്റി ഒന്നും ഇല്ലാത്ത സാധാരണ ടൈപ്പാണ് ടൈപ്പ് എ എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈപ്പ് ബി എന്ന് പറഞ്ഞാൽ ഓക്കെ, ടൈപ്പ് ബിയിൽ എങ്ങനെയാണ്? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ആണ് ടൈപ്പ് ബിയിൽ വരുന്നത്. പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. അപ്പൊ ഇതിനകത്ത് ചോദിക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ആംബുലൻസ് ഈസ് കം അണ്ടർ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്. അതിന്റെ കീഴിൽ വരുന്നത് ഏത് ടൈപ്പാണ്? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസിന്റെ കീഴിൽ വരുന്നത് ഏത് ടൈപ്പിലാണ് വരുന്നത് ചോദിക്കാൻ. ടൈപ്പ് ബിയില് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ആണ് നോർമലി ക്രൂഡ് എന്ന് പറഞ്ഞ ജോലിക്കാര് by staff with lesser qualification than the crew of an emergency ambulance. ഇവിടെ എമർജൻസി ആംബുലൻസിൽ വർക്ക് ചെയ്യുന്ന ഈ ജോലിക്കാരെക്കായും കുറച്ച് ക്വാളിഫൈഡ് ഉള്ള ആളുകളാണ് ടൈപ്പ് ബി ടൈപ്പ് ആംബുലൻസിലുള്ളത്. അപ്പൊ എമർജൻസി ആംബുലൻസിൽ ജോലി ചെയ്യുന്ന ആളുകൾ എന്ന് വെച്ചാൽ കുറച്ചുകൂടി അതിനകത്ത് എക്യുപ്മെന്റ്സ് ഒക്കെ കൂടുതലുണ്ട്. വെന്റിലേറ്റർ അങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻസിൽ പേഷ്യൻസിനെ കൊണ്ടുപോകാനാണ്. അപ്പൊ അതിനകത്ത് അതിനുള്ള ടൂൾസുകൾ ഉണ്ടാവും. അപ്പൊ അതേക്കുറിച്ചൊക്കെ ഒരുവിധ അറിവുള്ള ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ആളായിരിക്കണം അവിടെ എമർജൻസി ആംബുലൻസിലൊക്കെ ജോലി ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ നേഴ്സ് ഉണ്ടാവും എങ്കിൽ പോലും അതായത് കുറച്ചും കൂടി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വേണം ഇതിനകത്ത് വർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, നോർമലി ക്രൂഡ് ബൈ ദ സ്റ്റാഫ് വിത്ത് ലെസർ ക്വാളിഫിക്കേഷൻ. ആ എമർജൻസി ആംബുലൻസിൽ വർക്ക് ചെയ്യുന്ന ഈ ജോലിക്കാരെക്കാളും കുറച്ച് യോഗ്യതയുള്ള ജീവനക്കാരാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. ഈ ടൈപ്പ് ബി ടൈപ്പ് ആംബുലൻസിൽ വർക്ക് ചെയ്യുന്നത്. ഡ്യൂട്ടി ഓഫ് ട്രാൻസ്പോർട്ടിംഗ് പേഷ്യന്റ്. എന്താ ഇതിന്റെ ഡ്യൂട്ടി? Duty of transporting patient to, from or between the places of medical treatment such as ഹോസ്പിറ്റലിലേക്കോ ഹോസ്പിറ്റലിൽ നിന്നോ ബിറ്റ്വീൻ ഹോസ്പിറ്റൽസുകൾ തമ്മിലൊക്കെ ഈ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. ഇത് ടൈപ്പ് ബിയിൽ വരുന്നതാണ്. ഈ എമർജൻസി ആംബുലൻസിൽ വർക്ക് ചെയ്യുന്ന ഈ ജോലിക്കാരെക്കാൾ കുറച്ച് ക്വാളിഫിക്കേഷൻ ഉള്ള ജോലിക്കാരായിരിക്കും ഡ്രൈവർ അങ്ങനെ ഇവിടെ ഈ ടൈപ്പ് ബി ടൈപ്പില് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അതിനകത്ത് തന്നെയുണ്ട് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആണ്. ടു അതിലേക്ക് ഹോസ്പിറ്റലിലേക്ക് ഓർ ബിറ്റ്വീൻ ദ പ്ലേസസ് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ് സച്ച് ആസ് ഹോസ്പിറ്റൽ. ടൈപ്പ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. കുറച്ചും കൂടി ഓരോ ടൈപ്പ് ഏറ്റവും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു മെഡിക്കൽ ഫെസിലിറ്റി ഒന്നും ഇല്ലാത്ത ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ് ടൈപ്പ് എയിൽ വരുന്നത്. ഇനി ടൈപ്പ് ബി ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കുറച്ചും കൂടി ഫെസിലിറ്റി ഉണ്ട്. അതിനേക്കാളും കുറച്ചും കൂടി ഫെസിലിറ്റി ഉള്ളതാണ് ഈ പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകാനായിട്ട് ഹോസ്പിറ്റലിലേക്കോ ഹോസ്പിറ്റലിൽ നിന്നോ രണ്ട് ഹോസ്പിറ്റലുകൾക്ക് ഇടയിലേക്ക് റെഫർ ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഇതിന് വേണ്ടിയിട്ടുള്ള ടൈപ്പ് ബി. ഇനി ടൈപ്പ് സി എന്ന് വെച്ചാൽ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. അപ്പൊ അതിനകത്ത് കുറച്ച് എക്യുപ്മെന്റ്സും കാര്യങ്ങളും വേണമല്ലോ. ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ് ജീവൻ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പൊ അതിനകത്ത് ICUലൊക്കെ കിടക്കുന്ന പോലെ തന്നെ പേഷ്യൻസിനെ കിടത്തി വേറെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകാൻ പാകത്തിനുള്ളതാണ്. അങ്ങനെയുള്ളതാണ് സി ടൈപ്പ് ആംബുലൻസ് എന്ന് പറയുന്നത്. ടൈപ്പ് സി ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ടൈപ്പ് സി എന്ന് പറഞ്ഞാൽ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. എ വെഹിക്കിൾ ഡിസൈൻ ഫോർ എഫിഷ്യൻസി ആൻഡ് കംഫർട്ട് ഇൻ വർക്കിംഗ് എൻവയോൺമെന്റ്, suitably equipped and suitable staff for the transport and treatment of patient requiring non-invasive airway management or basic monitoring. ജോലി ചെയ്യുന്ന ഇപ്പൊ ടൈപ്പ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യുന്ന ഒരു എൻവയോൺമെന്റില് അന്തരീക്ഷത്തില് ഈ കാര്യക്ഷമം അതിന്റെ ആ ഒരു കാര്യക്ഷമതയ്ക്കും സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ് ഇത്. ഇത് നോൺ ഇൻവാസീവ് എയർവേ മാനേജ്മെന്റിന്റെ അടിസ്ഥാന നിരീക്ഷണം അവരെയൊക്കെ കുറച്ചും കൂടി കെയർ കൊടുക്കുന്ന ആവശ്യമുള്ള രോഗികളുടെ ട്രാൻസ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ അതിന് ഉള്ള ആ എക്യുപ്മെന്റ്സും കൂടി കൊണ്ടുപോകണം. അനുയോജ്യമായ ഉപകരണങ്ങൾ ഉള്ളതും അതുപോലെ അനുയോജ്യമായ സ്റ്റാഫ് ഉള്ളതുമായിട്ടുള്ള ആംബുലൻസ് ആണ്. അപ്പൊ നമ്മള് ലൈഫ് സപ്പോർട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ആംബുലൻസിൽ വേണം. അതുപോലെ ആവശ്യത്തിന് അതിനകത്ത് സ്റ്റാഫും വേണം. ഇതിന്റെ കൂടെ ഒരു സ്റ്റാഫും അനുയോജ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് വേണം. അതിന്റെ ഒപ്പം തന്നെ സ്റ്റാഫും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാഫും വേണം. അങ്ങനെയുള്ളതാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ടൈപ്പ് സിയിൽ വരുന്നത്. Vehicle designed for efficiency and comfort in working environment, suitability, equipped and suitable staff. Suitable staff for transport and treatment of patient requiring transport സമയത്തും പേഷ്യന്റിനെയൊക്കെ ട്രീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റാഫ് വേണം. റിക്വയറിംഗ് നോൺ ഇൻവാസീവ് എയർവേ മാനേജ്മെന്റ് ഓർ ബേസിക് മോണിറ്ററിംഗ്. അവരെ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഇതിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് അവര് മോണിറ്ററിങ് ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളും വേണം അതിനകത്ത്. ഇറ്റ് ഈസ് അറേഞ്ച്ഡ് വിത്ത് ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ്. നോക്കിയേ, ഇതിനകത്ത് അറേഞ്ച് ചെയ്തേക്കുന്ന എന്തൊക്കെയാണ്? ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ് ലൈക്ക് ഏതൊക്കെയാണ്? ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്റർ ആൻഡ് സ്റ്റെതസ്കോപ്പ്. ഇങ്ങനെയുള്ള ലൈഫ് സപ്പോർട്ട് ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള എക്യുപ്മെന്റ്സുകൾ. ഓക്സിജൻ സിലിണ്ടർ ഇപ്പൊ നമ്മള് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതേ വെന്റിലേറ്റർ തന്നെ വേണ്ടേ? അവരുടെ ഓക്സിജൻ സിലിണ്ടർ വേണം. അതോട് ആ ഒരു സൗകര്യത്തോടു കൂടി തന്നെയാണ് ആ ഒരു പേഷ്യന്റിനെ നെക്സ്റ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ലൈഫ് സപ്പോർട്ടഡ് എക്യുപ്മെന്റ്സുകൾ ഓക്സിജൻ സിലിണ്ടർ ഉണ്ട്, BP മോണിറ്റർ ഉണ്ട്, അതുപോലെ സ്റ്റെതസ്കോപ്പ്, ഇങ്ങനെയുള്ള ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സും അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ്. അവിടെ അതിനകത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫും ഉണ്ടാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഡി ടൈപ്പ്. ഡി ടൈപ്പ് ഓരോ ടൈപ്പ് കൊണ്ട് അഡ്വാൻസ്ഡ് ടൈപ്പ് ആണ്. ടൈപ്പ് ഡി അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, ഓൾസോ നോൺ ആസ് കാർഡിയാക് കെയർ ആംബുലൻസ്. അപ്പൊ കാർഡിയാക് കെയർ ആംബുലൻസ് ഏത് ടൈപ്പ് ആംബുലൻസാ? ടൈപ്പ് ഡി ആണ് അല്ലെ. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഈസ് ഓൾസോ നോൺ ആസ് എന്താ അറിയപ്പെടുന്നേ? അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഈസ് ഓൾസോ നോൺ ആസ് കാർഡിയാക് കെയർ ആംബുലൻസ്. കാർഡിയാക് കെയർ ആംബുലൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നോക്കിയേ, എ വെഹിക്കിൾ ഡിസൈൻഡ് എർഗോണമിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു എന്താ ഇവിടെ നോട്ടായിട്ട് ഞാൻ എഴുതിയിട്ടാണ് കേട്ടോ. അതായത് ആ ഒരു നമ്മൾ ജോലി ചെയ്യുന്ന അന്തരീക്ഷത്തില് ഒരു കാര്യക്ഷമതയ്ക്കും അതിനൊക്കെ
ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള ടൈപ്പാണ്. വെഹിക്കിൾ ഡിസൈൻഡ് എർഗോണമിക്കലി എക്യുപ്ഡ് ആൻഡ് സ്യൂട്ടബിളി സ്റ്റാഫ്ഡ്. അത് വെച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള അതിന് അനുയോജ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റാഫും വേണം ഫോർ ദ ട്രാൻസ്പോർട്ട് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് പേഷ്യന്റ് റിക്വയറിംഗ് ഇൻവാസീവ് എയർവേ മാനേജ്മെന്റ് ആൻഡ് ഇന്റൻസീവ് മോണിറ്ററിംഗ്. അപ്പൊ ഇതുപോലെ തന്നെയുള്ളതാണ്. കുറച്ചും കൂടി ഈ സി ടൈപ്പിനെ വെച്ചിട്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും. ഇതുപോലുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാവും, സ്റ്റാഫും ഉണ്ടാവും. ഇൻവാസീവ് മോണിറ്ററിംഗ്. ദിസ് ഈസ് എക്യുപ്ഡ് വിത്ത് ദ അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് മെഷീൻ. ഇവിടെ നോക്കിയാൽ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് മെഷീൻ. നോക്കിയേ, ഡിഫ്രിബ്രിലേറ്റേഴ്സ്. ഡിഫ്രിബ്രിലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എ മെഷീൻ യൂസ്ഡ് ടു റെസ്യൂം ദ ഹാർട്ട്. ഇത് ചെക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെഷീനാണ് ഡിഫ്രിബ്രിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഡിഫ്രിബ്രിലേറ്റേഴ്സ് എ മെഷീൻ യൂസ്ഡ് ടു റെസ്യൂം ദ ഹാർട്ട്. പിന്നെ അടുത്ത ECG മെഷീൻ യൂസ്ഡ് ടു കീപ് എ ചെക്ക് ഓൺ ദ ഹാർട്ട് റേറ്റ് പേഴ്സൺ. ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാനുള്ള ECG മെഷീൻസ്. പിന്നെ വെന്റിലേറ്റേഴ്സ്. പിന്നെ അതുപോലെ ഓക്സിജൻ സിലിണ്ടർ, പൾസ് ഓക്സിമീറ്റർ. എന്തിനു വേണ്ടിയിട്ടാ? യൂസ്ഡ് ടു ചെക്ക് ഫോർ ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. ബ്ലഡിലെ ഓക്സിജന്റെ എമൗണ്ട് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൾസ് ഓക്സിമീറ്റർ. പിന്നെ അതുപോലെ റെസിസിറ്റേഷൻ കിറ്റ്, പുനരുജ്ജീവന കിറ്റുകള്, അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങള്, റെസിസ്റ്റേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉള്ളത്. പിന്നെ സക്ഷൻ മെഷീന്, സക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഈ വായിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെടുക്കാവുന്ന ടൈപ്പ് ഇങ്ങനെയുള്ള സക്ഷൻ മെഷീനുകള്. പിന്നെ നെബുലൈസർ ആൻഡ് PP അപ്പാരറ്റസ്. ഇത്രയും എക്യുപ്മെന്റ്സ് കാര്യങ്ങളുള്ള ഒരു ഹൈടെക് ആയിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ് ടൈപ്പ് D എന്ന് പറയുന്നത്. ടൈപ്പ് D ആംബുലൻസ്. ടൈപ്പ് D. ഡിഫ്രിബ്രിലേറ്റർ എന്ന് പറഞ്ഞ മെഷീൻ ഈസ് യൂസ്ഡ് ടു റെസ്യൂം ദ ഹാർട്ട്. ഇപ്പൊ ഹാർട്ടൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും ഇതായിട്ട് അവർക്കിടെ വീണ്ടും അതിനെ പുനരാരംഭിക്കാൻ വേണ്ടിയിട്ട് ഹാർട്ട് വീണ്ടും അത് ആ പ്രോപ്പർ ഫങ്ഷനിങ് ഒക്കെ ചെയ്യാൻ പാകത്തിന് സഹായിക്കുന്ന മെഷീനാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് ഒക്കെ ഉള്ള ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ് ടൈപ്പ് D എന്ന് പറയുന്നത്. പിന്നെ നോക്കിയേ, ദിസ് ഈസ് എക്യുപ്ഡ് വിത്ത് ദ അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് മെഷീൻ സച്ച് ആസ്. ഏതൊക്കെയാണ് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് മെഷീൻ? സച്ച് ആസ് defibrillators, machine used to resume the heart. പിന്നെ ECG മെഷീൻ. ECG മെഷീൻ എന്തിനാ? ECG മെഷീൻ ഹാർട്ട് റേറ്റ് ചെക്ക്. ചെക്ക് ദ ഹാർട്ട് റേറ്റ് ഓഫ് ദ പേഴ്സൺ. ഒരു പേഴ്സന്റെ ഹാർട്ട് റേറ്റ് അറിയാൻ വേണ്ടിയിട്ട്, ഹൃദയമിടിപ്പ് അറിയാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ECG മെഷീന്. പിന്നെ അടുത്ത വെന്റിലേറ്റേഴ്സ്, സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തവരെയൊക്കെ സഹായിക്കുന്ന മെഷീൻ അല്ലെ, വെന്റിലേറ്റർ. പിന്നെ ഓക്സിജൻ സിലിണ്ടർ, ഓക്സിജൻ ഒക്കെ വേണ്ട പേഷ്യൻസിന് കൊടുക്കാൻ പാകത്തിലുള്ള ഓക്സിജൻ സിലിണ്ടർ ഉണ്ടാവും. പിന്നെ പൾസ് ഓക്സിമീറ്റർ യൂസ്ഡ് ടു ചെക്ക് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. ബ്ലഡിലെ ഓക്സിജന്റെ എമൗണ്ട് അളവ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൾസ് ഓക്സിമീറ്റർ. റെസിസ്റ്റേഷൻ കിറ്റ്. പിന്നെ അതുപോലെ തന്നെ സക്ഷൻ മെഷീനുകൾ ഉണ്ടാവും. പിന്നെ അടുത്ത ഏതാ? നെബുലൈസറുകൾ, നെബുലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെബുലൈസർ, BP അപ്പാരറ്റസ്. ഇത്രയും അപ്പാരറ്റസ് ഒക്കെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ് ടൈപ്പ് D എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയൊന്ന് 4 ടൈപ്പ് ഓഫ് ആംബുലൻസ്. ഇതിന് നമ്മൾ എന്തിനു ബേസ് ചെയ്തിട്ടാ? ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ. നമുക്ക് കിട്ടുന്ന കെയറിന് ലെവലിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. ഇവിടെ 4 ടൈപ്പ്. ഏറ്റവും ഒരു ഇങ്ങനെ ഫെസിലിറ്റി ഒന്നും ഇല്ലാത്ത, മെഡിക്കൽ ഫെസിലിറ്റി ഒന്നും ഇല്ലാത്ത ടൈപ്പ് A ടൈപ്പ്. B ടൈപ്പിലാവുമ്പോഴേക്കും അത്യാവശ്യത്തിനുള്ള എന്താ പറയാ പേഷ്യന്റ് സപ്പോർട്ട് വെഹിക്കിൾസ് ആണ് അതിന്റെ കീഴിൽ വരുന്നത്. വരുന്ന ഇത്. പിന്നെ അടുത്ത നെക്സ്റ്റ് ടൈപ്പ് സിയിലാകുമ്പോഴത്തേക്കും ബേസിക് അത്യാവശ്യം ലൈഫ് സപ്പോർട്ട് മെഷീൻസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ആംബുലൻസ് ആണ് C എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് D ആണ്, അഡ്വാൻസ്ഡ് ആണ്, കുറച്ചും കൂടി
അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഉണ്ട്. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് മെഷീൻസ് ഒക്കെ ഉള്ളത് സ്റ്റാഫുകൾ ഉള്ള ടൈപ്പ് ഓഫ് ആംബുലൻസ്. 4 ടൈപ്പ് ആംബുലൻസ് ഒന്ന് നോക്കി. കഴിഞ്ഞോ? റീഡ് ചെയ്ത് കഴിഞ്ഞോ? യെസ് ടീച്ചർ. അടുത്ത നെക്സ്റ്റ് ഈ എക്വിപ്മെന്റ്സ് ആണ്, ഉപകരണങ്ങൾ. എക്യുപ്മെന്റ്സ് എന്ന് വെച്ചാൽ നോക്കിയേ, ബിസൈഡ് ദ എക്യുപ്മെന്റ് slightly used for the treatment of patient, ambulance should be fitted with a range of extra equipments which are used in order to aid patient care. That includes besides the equipment slightly used for the treatment of patient. ഈ നേരിട്ട് ഈ പേഷ്യൻസിന് യൂസ് ചെയ്യുന്ന ആ ഉപകരണങ്ങൾക്ക് പുറമെ, നേരിട്ട് അവർക്ക് യൂസ് ചെയ്യുന്ന ഉപകരണങ്ങൾക്ക് പുറമെ തന്നെ ആംബുലൻസ് ഷുഡ് ബി ഫിറ്റഡ്, ആംബുലൻസിലും ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും വിത്ത് റേഞ്ച് ഓഫ് എക്സ്ട്രാ എക്യുപ്മെന്റ്സ് ആംബുലൻസിലും ഫിക്സ് ചെയ്തിട്ടുണ്ടാവും വിച്ച് ആർ യൂസ്ഡ് ടു, അവർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, രോഗികളുടെ കെയർ, പേഷ്യന്റ് കെയർ,
രോഗികളുടെ പരിചരണം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോ എന്താ പറയുക, നേരിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് പുറമെ തന്നെ ആംബുലൻസിൽ ചില എക്യുപ്മെന്റ്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. നേരിട്ട് അവർക്ക് ഡയറക്റ്റ് പേഷ്യൻസിന് കൊടുക്കുന്ന ഉപകരണങ്ങൾക്ക് പുറമെ തന്നെ ആംബുലൻസിലും ചില എക്സ്ട്രാ എക്യുപ്മെന്റ്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ പേഷ്യൻസിന്റെ കെയർ, അവർക്ക് കൊടുക്കുന്ന ആ പരിചരണം, പേഷ്യന്റ് കെയർ കുറച്ചും കൂടി ഈസി ആക്കാനായിട്ട്, സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഇപ്പൊ ഈ ഓൾറെഡി ഉള്ള പേഷ്യന്റിന് ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അല്ലാതെയുള്ള എക്യുപ്മെന്റ്സ് ആട്ടോ, അതിന് പുറമേ ഉള്ള എക്യുപ്മെന്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് 2-way റേഡിയോ എന്ന് പറയുന്നത്. 2-way റേഡിയോ. അപ്പൊ ഇതിനകത്ത് എക്യുപ്മെന്റ്സിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് 2-way റേഡിയോ എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റലില് ഈ ആംബുലൻസ് ഡ്രൈവർ ഇല്ലേ, ഈ ആംബുലൻസ് ഡ്രൈവറും ഈ ഹോസ്പിറ്റലിലുള്ള ഏതെങ്കിലും ആളുകളും തമ്മിലുള്ള ഒരു വിവരങ്ങളൊക്കെ കൈമാറാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് 2-way റേഡിയോ എന്ന് പറയുന്നത്. വയർലെസ് ഈ വോക്കി ടോക്കി ഒക്കെ പോലെയുള്ള ഈ വയറില്ലാത്ത ടൈപ്പ് ഓഫ് ഈ എന്താ പറയാ, ഫോണൊക്കെ ഇതുപോലെ വയർലെസ് ആയിട്ടുള്ള ഇതാണ്, വോക്കി ടോക്കി ഒക്കെ പോലെ ഇരിക്കുന്ന ഒരു ഉപകരണമാണ് 2-way റേഡിയോ എന്ന് പറയുന്നത്. അത് ആ ഡ്രൈവർ, ആംബുലൻസ് ഡ്രൈവർ ഹോസ്പിറ്റലും ഹോസ്പിറ്റലിലുള്ള ഒരാളും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉള്ളതായിരിക്കും. അപ്പൊ ഇവിടുന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ ആ ഡ്രൈവർക്ക് ഇപ്പൊ ചെല്ലുന്ന ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു പേഷ്യൻസിനെ കൊണ്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളിവിടെ എത്താറായി, പെട്ടെന്ന് ഇത് സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ പെട്ടെന്ന് ഡോക്ടേഴ്സിനെയൊക്കെ ആണെങ്കിലും എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളൊക്കെ അറിയിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നതാണ് 2-way റേഡിയോ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ഒരു പേഷ്യന്റിന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ ഓൺ ദ വേയിൽ എന്തെങ്കിലും സംഭവങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുമോ, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ആ ഹോസ്പിറ്റലുമായിട്ട് അവര് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് 2-way റേഡിയോ ഹെൽപ്പ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലുമായിട്ടൊരു ബന്ധം വേണ്ടേ? ഇപ്പൊ നമ്മള് ആംബുലൻസ് പോണ വഴി, അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും രോഗിക്ക് ക്രിട്ടിക്കലായിട്ട് എന്തെങ്കിലും സംഭവിക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ ആംബുലൻസിന്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു സംഭവം ഹോസ്പിറ്റലിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ അങ്ങനെ ആ ഹോസ്പിറ്റലിലുള്ള ആ ഒരു ആളുകളും, അത് ആർക്കടെങ്കിലും കയ്യിൽ അവിടെ ഹോസ്പിറ്റലിൽ അതിന് ഉള്ള ഒരു ആളുണ്ടാവും എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഹോസ്പിറ്റലിലേക്ക് ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ ഡ്രൈവറും ഹോസ്പിറ്റലും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് 2-way റേഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് is the most important piece of equipment in the present day emergency medical services, since allows for the issuing of jobs to the ambulance. ചില ആംബുലൻസുകളില് മൊബൈൽ ടെർമിനലുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ്? വയർ ഇല്ലാതെ തന്നെ ഈ എമർജൻസി സർവീസിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ആണ്. അത് ഏതാ പറയുന്നത്? ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പീസ് ഓഫ് എക്യുപ്മെന്റ് ഇൻ പ്രസന്റ് ഡേ. ഇപ്പൊ നമ്മൾ എമർജൻസി സർവീസിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്യുപ്മെന്റ് ആണ് 2-way റേഡിയോ എന്ന് പറയുന്നത്. നോക്കിയേ, പ്രസന്റ് ഡേ എമർജൻസി മെഡിക്കൽ സർവീസസ് സിൻസ് അലൗ for the issuing of jobs to the ambulance. ഇവിടെ എന്താ, ആംബുലൻസ് ജോലികൾ നൽകാനായിട്ട് ഉള്ള അനുവദിക്കുന്ന ആ ടൈം മുതൽ, അതുപോലെ ആശുപത്രിയുടെ നിയന്ത്രണത്തിലോ ഉള്ള വിവരങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ടുള്ളത് ഒരു സർവീസ് ആണ് അവിടെ കൊടുക്കുന്നത്. Okay, and the since allow for the issuing of jobs to the ambulance and can permit the crew എന്ന് പറഞ്ഞ ജോലിക്കാര്, crew to pass the information back to control or to the hospital. Okay, for example, priority messages to warn the hospital to imminent the arrival of the critical patients. അതാണ് പറഞ്ഞേക്കുന്നത്. അതായത് എന്തെങ്കിലും ക്രിട്ടിക്കൽ പേഷ്യൻസിനെ കൊണ്ട് പോകുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും മെസ്സേജുകൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെസ്സേജുകൾ എന്തെങ്കിലും ഹോസ്പിറ്റലിലേക്ക് തിരിച്ച് എത്തിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ആ ഡ്രൈവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് 2-way റേഡിയോ എന്ന് പറയുന്നത്.
എമർജൻസി സർവീസിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് ടു വേ റേഡിയോ. This is the most important piece of equipment in the present day emergencies medical services, since the allowing issuing of the job to the ambulance. ഇവിടെ നമ്മള് can permit to the crew to pass the information. ആ ആംബുലൻസിലുള്ള ആ ഡ്രൈവർക്ക് ആ ഹോസ്പിറ്റലിലുള്ള ജോലിക്കാര് അവരുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഹോസ്പിറ്റലിലുള്ള ആളുകളെയും ആ ഡ്രൈവേഴ്സിനെയും തമ്മിലുള്ള വിവരങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ടുള്ളതാണ് ടു വേ റേഡിയോ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് മൊബൈൽ ഡാറ്റ ടെർമിനൽ. ഇതിനകത്ത് മൊബൈൽ ഡാറ്റ ടെർമിനൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഫംഗ്ഷനാണ്. ഒരു സെൻട്രൽ കമ്പ്യൂട്ടറിലേക്ക് അത് വരും. മറ്റേത് നേരിട്ട് അവർ തമ്മിലുള്ള കണക്ഷൻ ആണ് ഈ ടു വേ റേഡിയോയില്. ആ ഡ്രൈവേഴ്സും അവിടുത്തെ ക്രൂവും അവിടുത്തെ ജോലിക്കാരും തമ്മിലുള്ള വിവരങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ടുള്ളതാണ് ടു വേ റേഡിയോ. എന്നാൽ മൊബൈൽ ഡാറ്റ ടെർമിനൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ വയർലെസ് ആയിട്ടുള്ളൊരു സംവിധാനമാണ്. ഇതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്, സം ആംബുലൻസ് ആർ equipped with a mobile data terminal MDTS which are linked without wire to the central computer. കണ്ടോ, സെൻട്രൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ഫംഗ്ഷൻ ആണ് ഇത്. എങ്ങോട്ട് ഈ എക്യുപ്ഡ് ഇത് കണക്ട് ചെയ്തേക്കുന്നത് നേരെ ഒരു സെൻട്രൽ കമ്പ്യൂട്ടറിലേക്കാണ്, യൂഷ്വലി അറ്റ് ദ കൺട്രോൾ സെന്റർ. അപ്പൊ നമ്മൾ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ നേരെ കൺട്രോൾ സെന്ററിലേക്ക്, ആ ഒരു സെൻട്രൽ കമ്പ്യൂട്ടറിലേക്കാണ് ആ വിവരം പാസ് ചെയ്യുന്നത്. This terminal can be function in place of alongside to the two-way radio, and can be used to pass the detail of works to the crew, and can log the time crew was mobile to patient arrived എത്തിച്ചേരുന്നത് and left the scene or fulfill any other computer based function. എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ, ഇത് നമ്മൾ പറഞ്ഞു ചില ആംബുലൻസുകളിൽ മൊബൈൽ ഡാറ്റ ടെർമിനലുകൾ സജ്ജീകരിച്ചിരിക്കുന്നു. ഇത് സെൻട്രൽ വയർ ഇല്ലാതെ തന്നെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ചിരിക്കും. അതാണ് ഈ ടു വേ റേഡിയോ മൊബൈൽ ഡാറ്റ ടെർമിനലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. അത് ആ ഒരു ഹോസ്പിറ്റലിലുള്ള ആളും പിന്നെ ഡ്രൈവേഴ്സും തമ്മിലുള്ള വിവരങ്ങൾ കൈമാറാൻ വേണ്ടിയായിരുന്നു. ഇവിടെ മൊബൈൽ ഡാറ്റ ടെർമിനൽ എങ്ങനെയാണ്, നേരെ അത് സെൻട്രലൈസ്ഡ് കമ്പ്യൂട്ടറിനെ ബേസ് ചെയ്തിട്ടാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ഫംഗ്ഷൻ ആണ്. നേരെ കൺട്രോൾ റൂമിലേക്ക് ആ ഇൻഫർമേഷൻ ചെല്ലുന്നത്. ഒരു സെൻട്രൽ കമ്പ്യൂട്ടറിലേക്കാണ് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. സാധാരണയായിട്ട് കൺട്രോൾ സെന്ററിലാണ്. ഇത് ടു വേ റേഡിയോയ്ക്ക് പകരം പ്രവർത്തിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഇത് എന്ന് വെച്ചാൽ ടു വേക്ക് പകരം പ്രവർത്തിക്കുകയും പിന്നെ ജോലിയുടെ വിശദാംശങ്ങൾ ജോലിക്കാർക്ക് അത് കൈമാറുകയും പിന്നെ അതുപോലെ തന്നെ പറഞ്ഞേക്കുന്ന ക്രൂവിലായിരുന്ന സമയം, രോഗിക്ക് മൊബൈലില് അവിടെ ഇരുന്ന സമയം വന്നതും അവിടുന്ന് രംഗം വിട്ടതും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിറവേറ്റാനും ഒക്കെ ആയിട്ട് എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഫംഗ്ഷൻ. ഇത്രയുള്ളൂ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. അപ്പൊ ഇൻഫർമേഷൻ നമ്മൾ ക്യാരി ചെയ്യുന്ന ഇൻഫർമേഷൻ നേരെ ഒരു സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അവിടെ നിന്നാണ് ഇൻഫർമേഷൻ പാസ് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ നേരെ കൺട്രോൾ സെന്ററിലേക്കാണ് അത് അറിയിക്കേണ്ടത്. മറ്റേന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആണ്. അപ്പൊ അവിടുത്തെ ഡ്രൈവറും ഈ സ്റ്റാഫും ആ ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള ആ സ്റ്റാഫും തമ്മിലുള്ള വിവരങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ടുള്ളതാണ്, കൈമാറാൻ വേണ്ടിയിട്ടാണ് ടു വേ റേഡിയോ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി നോക്കാം. പിന്നെ കുറച്ച് നമ്മൾ പഠിച്ചോളൂ. അതിന്റെ രണ്ട് ഫങ്ഷണൽ ടൈപ്പ് പറഞ്ഞു. പല ടൈപ്പ്, 4 ടൈപ്പ്: എമർജൻസി ആംബുലൻസ്, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്, പിന്നെ അതുപോലെ തന്നെ ആംബുലൻസ് ബസ്, ചാരിറ്റി ആംബുലൻസ്, ബാരിയാട്രിക് ആംബുലൻസ്, റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്, സൈക്യാട്രിക് ആംബുലൻസ്. ഇത്രയും ഫങ്ഷണൽ ടൈപ്പ് അനുസരിച്ച് ഇത്രയും ആംബുലൻസ് സർവീസ് ഉണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന കെയർ, ലെവൽ ഓഫ് കെയറിന് ബേസ് ചെയ്തിട്ട് വീണ്ടും 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 4 ടൈപ്സ് ഉണ്ട്. ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി. ഇങ്ങനെ 4 ടൈപ്സും. പിന്നെ നമ്മൾ പറഞ്ഞത് അതിനകത്ത് ഈ നേരിട്ട് രോഗികൾക്ക് കൊടുക്കുന്ന എക്യുപ്മെന്റ്സിന് പുറമെ പിന്നെ ആംബുലൻസിന് സജ്ജീകരിച്ചിട്ടുള്ള ചില എക്യുപ്മെന്റ്സുകളുണ്ട്. അതിൽ ഫസ്റ്റ് ആണ് ടു വേ റേഡിയോ. അതെന്ന് പറഞ്ഞാൽ ആ ഡ്രൈവറും
ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ വിവരങ്ങൾ അവര് കൈമാറണല്ലോ. ഇപ്പൊ എവിടെ വരെ എത്തി, അത് എങ്ങനെയായി, പേഷ്യൻസിന് എന്തെങ്കിലും ഇതുണ്ടോ, അങ്ങനെ ഈ ഓൺ ദ വേയില് പേഷ്യൻസിന് എന്തെങ്കിലും സംഭവിക്കുന്ന കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് തിരിച്ച് അത് അവരുമായിട്ട് ഒന്ന് എന്താണ് കൈമാറാൻ വേണ്ടിയിട്ടുള്ളതാണ് ടു വേ റേഡിയോ. പിന്നെ അതിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ഇതിന്റെ ടു വേ റേഡിയോയുടെ അതേ ഫംഗ്ഷൻ തന്നെയാണ് വരുന്നത്. പക്ഷെ ഇത് നേരിട്ടുള്ള ഇതല്ല. മൊബൈൽ ഡാറ്റ ടെർമിനൽ വരുമ്പോൾ ഒരു സെൻട്രൽ കമ്പ്യൂട്ടർ ആണ്. ഫംഗ്ഷൻ എങ്ങനെയാണ്? കമ്പ്യൂട്ടർ ബേസ്ഡ് ഫംഗ്ഷൻ ആണ്. ഇവിടെ യൂഷ്വലി അത് ഒരു കൺട്രോൾ സെന്ററിലേക്കാണ് വിത്തൗട്ട് ദ വയർ ടു സെൻട്രൽ കമ്പ്യൂട്ടർ. യൂഷ്വലി ദ കൺട്രോൾ സെന്ററിലേക്കാണ് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. ഇത്രയും ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് പഠിപ്പിച്ചത് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. എന്നാ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ ടീച്ചർ. ഓക്കെ, താങ്ക് യു ടീച്ചർ. Okay, thank you, teacher. താങ്ക് യു.